എന്തുകൊണ്ടാണ് ചില അരികൾ കൊണ്ട് ദോശ ഉണ്ടാക്കിയാൽ അത് കല്ലിലൊട്ടിപ്പിടിക്കുന്നത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ചില അരികൾ കൊണ്ട് പുട്ടുണ്ടാക്കിയാൽ അത് കല്ല് പോലത്തെ പുട്ടാവുന്നത് എന്നൊക്കെ ചില എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സ് എന്നോടൊക്കെ ചോദിക്കാറുണ്ട്. അതിൻ്റെ ബാക്കിലുള്ളൊരു യാഥാർത്ഥ്യം എന്താണെന്ന് അറിയാം. പല സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പല അരികളുടെ കൃത്യമായ വാട്ടർ കണ്ടൻറ്റും ഹ്യൂമിഡിറ്റിയും അതുപോലുള്ള ഒരുപാട് പാരാമീറ്റേഴ്സ് നോക്കിയിട്ട് കൃത്യമായൊരു ബ്ലെൻഡ് ചെയ്തിട്ടാണ് ഭൂരിഭാഗം കമ്പനികളും പുട്ടാണെങ്കിലും അപ്പമാണെങ്കിലും ദോശയാണെങ്കിലും എല്ലാം ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളെ വീട്ടിൽ നമ്മൾ ഒരു ടൈപ്പ് അരി വാങ്ങി അതങ്ങ് പൊടിച്ച് അതുകൊണ്ട് അങ്ങ് ഇഡ്ഡലി ഉണ്ടാക്കിയാൽ ചിലപ്പോൾ കല്ല് പോലത്തെ ഇഡ്ഡലിയാവും, കല്ല് പോലത്തെ പുട്ടാവും, പശ പോലത്തെ മൈദ കൊണ്ട് ഒട്ടിച്ച പോലത്തെ ദോശയാവും ഒക്കെ ചെയ്യും. അപ്പോൾ ഇതിൽ വേറെ കൃത്രിമമൊന്നുമില്ല. ഞാൻ ഇവിടെയൊക്കെ കമ്പനിയിലൊക്കെ ലോഡ് വരുമ്പോൾ കാണാറുള്ള കാഴ്ച, നമ്മളെ പ്ലാന്റ് ഓപ്പറേറ്റർ അതിൻ്റെ സാമ്പിൾസ് എടുക്കുന്നു, അത് ലാബ് ടെസ്റ്റ് ചെയ്യുന്നു, അതിനുശേഷം അവർ ഫുഡ് ഉണ്ടാക്കി നോക്കുന്നു. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിനെ ബ്ലെൻഡ് ചെയ്തിട്ട് വീണ്ടും പുതിയ റേഷ്യോയിൽ മിക്സ് ചെയ്ത് വീണ്ടും പ്രൊഡക്റ്റാക്കി നോക്കിയിട്ട് മാത്രമാണ് അവർ മാർക്കറ്റിലേക്ക് വിടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതാണ് അതിൻ്റെ ബാക്കിലുള്ള ഗുഡൻസ്. അതല്ലാതെ എന്നോടൊരു ടീച്ചർ ഒരു ദിവസം ചോദിക്കേണ്ടായി, നിങ്ങൾ പാക്ക് ചെയ്യുന്നതിന് മുമ്പുള്ള കുറച്ച് പ്രൊഡക്റ്റ് ഞങ്ങൾക്ക് ലൂസ് തരുമെന്ന്. അപ്പോൾ അതെന്താണെന്ന് വെച്ചപ്പോൾ, നിങ്ങൾ പാക്ക് ചെയ്യുമ്പോൾ അതിൽ കുറേ പ്രിസർവേറ്റീവ് ഇടൂലേ എന്നാണ്. ഞങ്ങളൊന്നും ഒരു പ്രിസർവേറ്റീവ് ഇടാറില്ല. ഞങ്ങളെ മക്കൾ കഴിക്കുന്ന അതേ ഫുഡാണ് ഞങ്ങൾ നാട്ടിലേക്ക് കൊടുക്കാറുള്ളത്. പക്ഷെ ഇങ്ങനെ ചില പൊടിക്കൈകൾ ഞങ്ങൾ ചെയ്യാറുണ്ട്. അതാണ് അതിൻ്റെ ഗുഡൻസ്. ഓക്കെ, താങ്ക് യു.